ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്ന സമയത്താണ് ഈ കേരളത്തിൽ ഒരുപാട് വികസനങ്ങൾ ഉണ്ടായത്, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കരയുന്ന കുറേയധികം കുട്ടന്മാരുണ്ട്. ഏത് കുട്ടന്മാരാണ്? കൊങ്ങിക്കുട്ടന്മാർ. അവന്മാരൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയൊരു വീഡിയോ കാണിച്ചു തരാം. കുറേയധികം വീഡിയോസ് നമ്മൾ കാണിക്കുന്നുണ്ട് ഓരോ ദിവസമായിട്ട്. ഒരു ചെറിയൊരു വീഡിയോ കൂടെ ഞാൻ നിങ്ങളൊന്ന് കാണിച്ചു തരാം. അതിവേഗ റോഡോ കേരളത്തിന് ആവശ്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ കേരളത്തിന്റെ ഇന്നത്തെ പശ്ചാത്തലത്തിൽ അത് എത്രമാത്രം സാധ്യമാകും, സ്ഥലം എടുപ്പ് സംബന്ധിച്ചുള്ള എതിർപ്പുകൾ ഞാനത് പൂർണ്ണമായും മനസ്സിലാക്കും. അതുകൊണ്ട് നമ്മളത് അങ്ങോട്ട് പ്രൊസീഡ് ചെയ്തിട്ടില്ല. നാഷണൽ ഹൈവേ വികസനത്തിന് ഭൂമി ഇല്ലാതെ പറ്റില്ല. ആ ഭൂമി എടുത്തേതി. പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിനൊടുക്കം ആ ചരിത്ര നിമിഷത്തിന് ഇന്ന് കേരളം സാക്ഷിയാണ്. ഒരു വിദൂര സ്വപ്നമായി മാത്രം അവശേഷിച്ചിരുന്ന ദേശീയപാത വികസനം യാഥാർത്ഥ്യത്തോടടുക്കുന്നു. ഗതാഗത കുരുക്കിലും യാത്രാ ദുരിതത്തിലും വീർപ്പ് മുട്ടിയിരുന്ന ഒരു ജനതയ്ക്ക് വേഗത്തിന്റെയും സുരക്ഷയുടെയും പുതിയ ലോകത്തേക്ക് വാതിൽ തുറക്കുകയാണ്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കൈകോർത്ത് ഭൂമി ഏറ്റെടുക്കൽ പ്രക്രിയ വേഗത്തിലാക്കുകയും സാമ്പത്തിക ബാധ്യതകൾ പങ്കിടുകയും ചെയ്തത് വഴിത്തിരിവായി. ഈ കൂട്ടായ പ്രയത്നത്തിന്റെ ഫലമാണ് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ദേശീയപാത വികസനമെന്ന വലിയ സ്വപ്നം. കൈയടിക്കടാ മക്കളെ എന്ന് ഞാൻ പറയുന്നില്ല, കാരണം കൈയടിക്കാനൊന്നും നിന്നെ കൊണ്ട് സാധിക്കത്തില്ല. നിനക്കൊക്കെ ഇപ്പോഴും ഓരോ ഈ പറയുന്ന പുകമറ സൃഷ്ടിച്ചുകൊണ്ട് തന്നെ പിണറായി വിരുദ്ധത പിണറായി വിരുദ്ധത പരത്താനാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെയും കൈയടിക്കണമെന്ന് പ്രത്യേകിച്ച് പറയുന്നില്ല. ഇത് മനസ്സിലാവുന്ന നല്ല ശതമാനം ജനങ്ങൾ ഈ കേരളത്തിലുണ്ട്. UDF അസാധ്യമാക്കിയ UDF വേണ്ട എന്ന് വെച്ചിട്ടുള്ള പല കാര്യങ്ങളും, കേരളത്തിലെ ജനങ്ങൾക്ക് പ്രയോജനകരമാവുന്ന പല കാര്യങ്ങളും യാഥാർത്ഥ്യമാക്കിയ ഒരു വ്യക്തിയുടെ പേര് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ പേരായിരുന്നു ആരാണ്? പിണറായി വിജയൻ. അതുകൊണ്ട് തന്നെ കാലം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അയാളായിരുന്നു ശരിയെന്നുള്ളത്. അത് കേരളത്തിലെ ജനങ്ങളടക്കം പറഞ്ഞു തുടങ്ങിയിരിക്കുകയാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കാണാം എന്തൊക്കെ വികസന മാറ്റങ്ങളാണ് കേരളത്തിൽ ഉണ്ടാക്കുന്നതെന്ന്.